ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു റിഫൂസ് കുക്കിംഗ് ചാനൽ. കേരളത്തിൽ വൈറലായിരുന്ന മസ്ക ബണ്ണിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഞാനിന്ന് കാണിക്കുന്നത്. ചായയോടൊപ്പം കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ഒരു സ്നാക്കാണ് കേട്ടോ ഇത്. മധുരത്തോട് താല്പര്യമുള്ളവർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്നതാണ്. വളരെ പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കാൻ പറ്റുന്നതുമാണ് കേട്ടോ. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. മസ്ക ബണ്ണ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 4 ഇതുപോലത്തെ ബണ്ണാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് വേണ്ടത് അൺസാൾട്ടഡ് ബട്ടറാണ്. അത് ഫ്രിഡ്ജിൽ വെച്ചതാണെങ്കിലും ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ പുറത്തേക്ക് എടുത്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഈ ബണ്ണൊന്ന് നമുക്ക് ടോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സ്റ്റവ് ഓൺ ആക്കിയത് ഇതുപോലെ ഒരു പാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. പാൻ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് നല്ലപോലെ മെൽറ്റായി വരട്ടെ. മെൽറ്റായി വരുമ്പോൾ ഇത് പാനിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കാം. അതിനുശേഷം ബണ്ണ് ഓരോന്നായിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഈ ബണ്ണ് ടോസ്റ്റ് ചെയ്യാതെ ഇത് ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ. പിന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒന്നുകൂടെ ഒന്ന് ടേസ്റ്റ് ആണല്ലോ. അപ്പോൾ ഞാനിതാ 4 ബണ്ണും ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് മറിച്ചിട്ട് കൊടുക്കാം. ബണ്ണിൻ്റെ ഒരു ഭാഗം നല്ലപോലെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ബണ്ണിൻ്റെ 2 ഭാഗവും റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ 4 ബണ്ണും ഞാനിത് അവിടെ ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട ക്രീം റെഡിയാക്കി എടുക്കാം. അതിനു വേണ്ടി ഞാനിത് അവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 100 ഗ്രാം ബട്ടർ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മിൽക്ക് മെയ്ഡ് കൂടി ഒഴിച്ചു കൊടുക്കാം. ഒരു 1/4 കപ്പോളം മിൽക്ക് മെയ്ഡ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മധുരം ഇത്ര വേണ്ടാന്നുള്ളവർക്ക് കുറയ്ക്കാവുന്നതാണ് കേട്ടോ. പക്ഷേ ബണ്ണിലേക്ക് മധുരം ഉള്ളതല്ലേ ഇതിൻ്റെ ഒരു ടേസ്റ്റ്. ഇനി ഞാനിതാ ഇത് വെച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. ഇനി ബീറ്റർ വെച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യട്ടോ. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് സോഫ്റ്റ് ആയി കിട്ടും. ഇത് വെച്ച് ചെയ്താലും മതി. ഞാനിപ്പോൾ ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. വേണമെങ്കിൽ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർക്കാം കേട്ടോ. അപ്പം നമ്മുടെ ക്രീമൊക്കെ ദാ നല്ലപോലെ തിക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ക്രീം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി വേണ്ടത് ബണ്ണൊന്ന് സെൻറ്റർ കട്ട് ചെയ്തെടുക്കണം. അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഞാൻ ബാക്കിയുള്ള ബണ്ണും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ക്രീം തേച്ച് കൊടുക്കാം. ഇറാനി ചായയോടൊപ്പം കഴിക്കാനായിട്ടാണ് ഈ ബണ്ണ് ടേസ്റ്റ് എന്നാണ് പറയുന്നത്. ഞാനിവിടെ ഇറാനി ചായ ഒന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ. സാധാരണ പാൽ ചായയോടൊപ്പം കഴിക്കാനായിട്ടാണ് ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കുന്നത്. അപ്പം ഞാനിതാ ക്രീമൊക്കെ ബണ്ണിൽ നല്ലപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബ്രെഡിൽ ക്രീം ഒരുപാട് വേണമെന്നുള്ളവർക്ക് അങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കാം. മിൽക്ക് മെയ്ഡ് യൂസ് ചെയ്തത് കൊണ്ടിട്ട് തന്നെ നല്ല മധുരമായിരിക്കും ഇതിന്. അപ്പോൾ ഈ ഒരു ബണ്ണിലേക്ക് ഇത്രയും ക്രീം തേച്ചാൽ മതി കേട്ടോ. ഇനി ഇതിൻ്റെ ബാക്കി ഭാഗം വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ചുറ്റുഭാഗവും ഈ ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്ര എളുപ്പത്തിൽ ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുത്തില്ലേ. ബാക്കിയുള്ള ബണ്ണ് കൂടെ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ബൺ മസ്ക അല്ലെങ്കിൽ മസ്ക ബൺ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് എങ്ങനെ ഉണ്ട് എന്നുള്ളത് നോക്കാം കേട്ടോ. അപ്പം നമ്മുടെ ബൺ മസ്ക ഇതവിടെ നല്ല അടിപൊളി പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ബൺ മസ്ക ആരെങ്കിലും ട്രൈ ചെയ്തിട്ടില്ലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ബൺ മസ്കയുടെ റെസിപ്പി ഇവിടെ പൂർണ്ണമാകുന്നു. ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. പുതിയൊരു റെസിപ്പിയുമായി വരുന്നത് വരേക്കും എല്ലാവർക്കും ബായ്.